ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ കേരളത്തിന് 3 ലക്ഷം കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ. ദേശീയപാത വികസനത്തിന് 50,000 കോടിയുടെ 31 പദ്ധതികൾ നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു. പാലക്കാട് മലപ്പുറം ബൈപ്പാസിന് 10,000 കോടി, തിരുവനന്തപുരം ഔട്ടർ റോഡിന് 5,000 കോടിയും അങ്കമാലി ബൈപ്പാസിന് 6,500 കോടിയും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. അർജുൻ, ഏറെ പ്രതീക്ഷയോടെ തന്നെ കണ്ടിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഈ ഉച്ചകോടിയിൽ കേരളത്തിന് 3 ലക്ഷം കോടിയുടെ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതടക്കമുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും ഒപ്പം നിർത്താനുള്ള കേരള ഇൻവെസ്റ്റ് നിക്ഷേപക ഉച്ചകോടിയിൽ ഓൺലൈനായി പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് നിതിൻ ഗഡ്കരി ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിച്ചത്. ഇതുവരെ 20,000 കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിൽ പൂർത്തിയാക്കി. 60,000 കോടി രൂപയുടെ പദ്ധതികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപരിതല ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരി ഇത്തരത്തിൽ റോഡ് വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തുകയുടെ പദ്ധതികൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാനത്താകെ 31 പദ്ധതികളാണ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 896 കിലോമീറ്റർ ദൂരമാണ് ഇതിലൂടെ ഇത്തരത്തിൽ വികസിപ്പിക്കാൻ പോകുന്നത്. ഇതിൽ പാലക്കാടിനെ വടക്കൻ കേരളവുമായി ബന്ധിപ്പിക്കുന്ന 5 പാക്കേജുകൾ ഉൾപ്പെടുന്നുണ്ട് എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പാലക്കാട് മലപ്പുറം ദേശീയപാത 4 വരിയാക്കാൻ വേണ്ടി 10,840 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. 12 കിലോമീറ്ററാണ് ദൂരം. ഇതടക്കം 5 പാക്കേജുകൾ അതിൻ്റെ തുടക്ക ഘട്ടത്തിലാണ്. ഉടൻ തന്നെ ആരംഭിക്കാൻ കഴിയും. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് നിർമ്മാണത്തിനു വേണ്ടി 6,500 കോടി രൂപയുടെ പദ്ധതിയാണ് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ DPR നടപടികൾ പുരോഗമിക്കുകയാണ്. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നും നിതിൻ ഗഡ്കരി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് 5,000 കോടി രൂപയുടെ പാക്കേജാണ് മന്ത്രി പ്രഖ്യാപിച്ചത്. പദ്ധതിയുടെ ഭാഗമായി 62.7 കിലോമീറ്റർ ദൂരമാണ് വികസിപ്പിക്കുക. 5 മാസത്തിനുള്ളിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ വ്യവസായ കുതിപ്പിന് കരുത്തേകാൻ വേണ്ടി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടി കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിൽ ഓൺലൈനായി സംസാരിക്കുമ്പോഴാണ് നിതിൻ ഗഡ്കരി പുതിയ പദ്ധതികൾ ഈ വേദിയിൽ വെച്ച് താൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പദ്ധതികൾ പ്രഖ്യാപിച്ചത്. എന്തായാലും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും വ്യക്തമാണ്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.